25,000 കുട്ടികളും സ്ത്രീകളും അടക്കം 46,000 പലസ്തീൻ ജനതയെ കൊന്നൊടുക്കിയ യുദ്ധത്തിനൊടുവിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധം വെടിനിർത്തൽ കരാർ ഒപ്പിട്ടവസാനിപ്പിക്കുമ്പോൾ രാഷ്ട്രീയപരമായും സാങ്കേതികമായും ഇസ്രായേൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഗാസ ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ ആദ്യ പോരാട്ടത്തിൽ 1195 ഇസ്രായേൽ വിദേശ പൗരന്മാർ കൊല്ലപ്പെടുകയും 251 പേരെ ഹമാസ് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഇവരെ വിട്ടയക്കാൻ പ്രത്യാക്രമണം നടത്തിയ ഇസ്രായേലിനെ ഒരാളെപ്പോലും മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് അവരുടെ പരാജയത്തെ വിളിച്ചോതുന്നതാണ്. ഐക്യരാഷ്ട്രസഭയും സമാധാന കാംക്ഷികളും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത ഇസ്രായേൽ ചെയ്തത് ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യത്വഹീനമായ പരാക്രമണമായിരുന്നു. ജനസാന്ദ്രത ഏറിയ ഗാസയെ തകർത്ത് തരിപ്പണമാക്കി 1 ലക്ഷം ആളുകളെ ജീവച്ചവങ്ങളാക്കി യുദ്ധത്തിന്റെ അപരിഷ്കൃത മുഖം ലോകത്തിന് കാണിച്ചു എന്നല്ലാതെ ആഗ്രഹിച്ച രാഷ്ട്രീയ ലക്ഷ്യമോ യുദ്ധലക്ഷ്യമോ സ്വന്തമാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. പോരാട്ടത്തിന്റെ കുന്തമുനയുമായി വർത്തിച്ച നിരവധി നായകരെയും സൈനികരെയും നഷ്ടപ്പെട്ടു എങ്കിലും കീഴടങ്ങാൻ കൂട്ടാക്കാത്ത ഹമാസ് ഇസ്രായേലിന് മുന്നിൽ തല ഉയർത്തി തന്നെ നിൽക്കുകയാണ്. ലോക സാമ്പത്തിക വ്യവസ്ഥയാകെ തകിടം മറിക്കാൻ കാരണമായ ഒരു യുദ്ധത്തിനൊടുവിൽ ഇസ്രായേലിന്റെ ദുർവാശി അപഹാസ്യമായി തന്നെ നിൽക്കുകയാണ്. ചേർത്ത് വെച്ച ആയുധങ്ങളും ബോംബുകളും മിസൈലുകളും തീർന്നുപോയ ഒരു ഘട്ടത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോഴാണ് ട്രംപിന്റെ തിട്ടൂരം. ആരു പറഞ്ഞിട്ടും കേൾക്കാത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒടുവിൽ തല കുനിക്കാൻ ഇടയായത് അമേരിക്കൻ പ്രസിഡന്റ് മുന്നിൽ തന്നെയാണ്. നാളെ 2ാം വട്ടം അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്ന ട്രംപിന്റെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രത്യാഘാതം നെതന്യാഹുവിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴൊരു സമാധാന ഉടമ്പടി വിറയാർന്ന കൈകളുമായി ഒപ്പിടാൻ നെതന്യാഹു തയ്യാറാകുന്നത്. ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ദുഃഖമുഖം കുട്ടികളുടേതായിരുന്നു. 15,000-ലധികം വരുന്ന 12 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള കുട്ടികൾ ചിന്നിച്ചിതറുന്നതും രക്തമഴയിൽ പൊട്ടിക്കരയുന്നതും നിത്യകാഴ്ചയായിരുന്നു. യുദ്ധമുഖത്ത് പോലും കാണിക്കേണ്ട സാമാന്യ മര്യാദ സമ്പൂർണമായി തിരസ്കരിച്ച ഇസ്രായേൽ ലോകത്തിന് മുൻപിൽ ധിക്കാരികളും മനുഷ്യത്വമില്ലാത്തവരുമായി മാറി. മൊത്തം ജനസംഖ്യയുടെ 75% ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാതെ കണ്ണീരുണങ്ങിയ കണ്ണുമായി നിലവിളിക്കുന്നത് ലോക ചരിത്രത്തിലെ ദുരന്തമായി നിലനിൽക്കുകയാണ്. ആദ്യാക്രമണം നടത്തിയ ഹമാസിന്റെ നീക്കത്തെ ന്യായീകരിക്കാൻ മാത്രം പോന്നതല്ല ഈ ക്രൂര മനുഷ്യവേട്ട. ചേരിചേരാ ലോകരാജ്യങ്ങൾക്ക് ഏത് യുദ്ധത്തിന് മുന്നിലും നിസ്സഹായരായി നിൽക്കാൻ മാത്രം കഴിയൂ എന്ന് ഗാസ യുദ്ധം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ആയിരങ്ങൾ മരിച്ചു വീണാലും നിരപരാധികൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും കഴിയുന്ന ഒരു ലോകശക്തി ഇന്നില്ല എന്ന വലിയ പാഠം ഗാസ നൽകുകയാണ്. യുദ്ധാനന്തരം പരാജയം മാത്രം അവശേഷിപ്പിച്ച ഇസ്രായേൽ എന്ത് നേടി എന്ന ചോദ്യമുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇസ്രായേലിനകത്തുള്ള വലിയ ആഭ്യന്തര കലാപം തന്നെയായിരിക്കും. അശാന്തിയുടെ യുദ്ധത്തുരുത്തിൽ ഇനി എത്ര കാലം ഇസ്രായേലിന് ഇതുപോലെ നിലനിൽക്കാൻ കഴിയും? ലോകത്തിന് മുൻപിൽ നിസ്സഹായതോടെ തലയുയർത്തി നിൽക്കാനല്ലാതെ കഴിയുകയില്ല.